ട്യൂഷൻ സെന്ററിലുണ്ടായ ഒരു നിസ്സാര തർക്കത്തിന്റെ പേരിലാണ് സഹപാഠികൾ ക്രൂരമർദ്ദനത്തിനിരയാക്കി 10ാം ക്ലാസ്സുകാരനെ കൊലപ്പെടുത്തിയത്. ഇത് തീരാനോവ ഇപ്പോഴും നിൽക്കുന്ന ഒരു സംഭവമാണ്. എന്താണ് ഷഹബാസിന് പറ്റിയത്? എളേറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് ട്യൂഷൻ സെന്ററിലെ സെന്റ് ഓഫ് പാർട്ടിക്കിടെ സ്കൂളിലെ കുട്ടികൾ കപ്പിൾ ഡാൻസ് അവതരിപ്പിച്ചു. ഇതിനിടെ ഫോൺ തകരാറായതിനെ തുടർന്ന് പാട്ട് നിൽക്കുകയും ഡാൻസ് തടസ്സപ്പെടുകയും ചെയ്തു. താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏതാനും കുട്ടികൾ കൂകി വിളിച്ചു. ഇവിടെയാണ് തർക്കത്തിന്റെ തുടക്കം. താൽക്കാലികമായി അധ്യാപകർ ചേർന്ന് പ്രശ്നം പരിഹരിച്ചെങ്കിലും അതവിടെ അവസാനിച്ചില്ല. MJ സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വ്യാഴാഴ്ച ഒത്തുകൂടാൻ തീരുമാനിച്ചു. ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥിയല്ല മുഹമ്മദ് ഷഹബാസ്. അവിടെ എത്തിയ ഷഹബാസിനെ വിദ്യാർത്ഥികൾ അതിക്രൂരമായി മർദ്ദിച്ചു. കരാട്ടയിൽ ഉപയോഗിക്കുന്ന നഞ്ചക്ക് കൊണ്ടുള്ള ആക്രമണത്തിലാണ് ഷഹബാസിന് ഗുരുതരമായി പരിക്കേറ്റത്. നെഞ്ചക്ക് ലഭിക്കാൻ മുതിർന്നവരുടെ സഹായം ലഭിച്ചോ എന്നും പോലീസിന് സംശയമുണ്ടായിരുന്നു. രാത്രിയോടെ ഛർദിയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായതിനെ തുടർന്ന് കുട്ടിയെ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുറമെ പരിക്കുകളില്ല. പക്ഷേ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിലൂടെ തന്നെ പുറത്തു വന്നത്. നെഞ്ചക്ക് കൊണ്ടിടിച്ചതിനാൽ തലച്ചോറ് പാതി തകർന്നിരുന്നു. ഷഹബാസ് കൊല്ലപ്പെട്ടതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നുവെന്ന് പിന്നീട് പോലീസ് അന്വേഷണത്തിലൂടെ വ്യക്തമായി. ട്യൂഷൻ സെന്ററിലെ സംഘർഷത്തിന് ശേഷം പ്രതികളായ വിദ്യാർത്ഥികൾ സമൂഹ മാധ്യമങ്ങളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രതികാര നടപടികൾ ആസൂത്രണം ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. ഇത് സാധൂകരിക്കുന്ന തെളിവുകളും പിന്നീട് പുറത്തു വന്നു. ഞാനൊരു കാര്യം പറഞ്ഞു, ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. ഏട്ടാ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് പിന്നെ 2 ദിവസം കഴിയട്ടെ. അത് മാത്രമല്ല പിന്നെ കണ്ടത് അന്വേഷണവും കുറ്റക്കാർക്ക് ശിക്ഷ വാങ്ങി നൽകണമെന്ന ആഹ്വാനങ്ങളുമൊക്കെ. പ്രതികളെ ആദ്യം ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. കൃത്യത്തിൽ കൊട്ടേഷൻ സംഘങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ഷഹബാസിന്റെ പിതാവിന്റെ ആരോപണം തെളിയിക്കുന്നതായിരുന്നു പിന്നീട് പുറത്തുവന്ന ചിത്രങ്ങൾ. TP വധക്കേസിലെ പ്രതി TK രജീഷിന്റെ കൂടെ പ്രതികളിൽ ഒരാൾ നിൽക്കുന്ന ഫോട്ടോയടക്കം പുറത്തുവന്നു. കുട്ടികളുടെ വീട്ടിൽ നിന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ നഞ്ചക്ക് കണ്ടെടുത്തു. തോളോട് തോൾ ചേർന്ന് നടക്കേണ്ടവർ, കളിയും ചിരിയും മാത്രം വേണ്ടവർ, അവരാണ് സഹപാഠിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നതെന്ന് ഗൗരവമായി സമൂഹം ചിന്തിക്കേണ്ട സമയമാണിത്.